സ്റ്റേജിൽ അഭിനന്ദ യുഹാനൻ മാർ പുളിക്കാപ്പുസ്, എബ്രഹാം മാർ സെറാഫിം തിരുമേനി, റവറന്റ് ഫാദർ ഫിലിപ്പ് തെരേനച്ച്, റവറന്റ് ഫാദർ പി വൈ ചെസൻ, റവറന്റ് ഫാദർ സി ജോൺ, മിസ്റ്റർ
ഗീതാ ജിജിയെ ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ സങ്കേതവും ബലവും ആകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ഒരു നദിയുണ്ട്, അതിൻ്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. ദൈവം അതിൻ്റെ മധ്യേ തന്നെ ഉണ്ട്. ജാതികൾ ക്രുദ്ധിച്ചു, രാജ്യങ്ങൾ കുലുങ്ങി, അവൻ തന്റെ ശബ്ദം കേൾപ്പിച്ചു, ഭൂമി ഉരുകിപ്പോയി. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്, യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗം ആകുന്നു. വരുവീൻ, യഹോവയുടെ പ്രവൃത്തികളെ നോക്കുവീൻ. അവൻ ഭൂമിയിൽ എത്ര ശൂന്യത വരുത്തിയിരിക്കുന്നു. അവൻ ഭൂമിയുടെ അറ്റം വരെയും യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്നു. അവൻ വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിൽ ഇട്ട് ചുട്ടുകളയുന്നു. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. ഞാൻ ജാതിയുടെ ഇടയിൽ ഉന്നതനാകും, ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്, യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗം ആകുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാരയ്ക്കുമോ? പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗീയനായ നാഥായി പ്രഭാത സമേതന്റെ മക്കളായ ഞങ്ങൾ അങ്ങയുടെ പുനഃപ്രഭാതത്തിൽ അടുത്തു വന്നിരിക്കുന്നു. നിന്നുയിൽ കരുണ കാണിച്ചതുപോലെ ഞങ്ങളിലും കരുണ കാണിക്കണമേ. നിന്നെ അലിയുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. ഇന്നത്തെ ഞങ്ങളുടെ കൂടെ വരും നാളത്തെ സമ്മേളനവും അനുഗ്രഹത്തിനും കൃപയ്ക്കുമായി തരണമേ. ഞങ്ങൾ നിന്റെ സന്നിധാനത്തിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, വിശുദ്ധപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാണ്. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് അറിയണമേ. ഞങ്ങൾക്ക് ആരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാവങ്ങളും പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. പിന്നെ എന്തുകൊണ്ടെന്നാൽ രാജ്യശക്തിയും മഹത്വവും നേടുന്നുള്ള കൃപ അറിഞ്ഞു അറിയമേ. നിനക്ക് സമാധാനം. ശുദ്ധളെ വാർത്തറിയമേ. തമ്പുരാൻ്റെ അമ്മയെ ഇപ്പോഴെപ്പോഴും ഞാൻ മനസ്സിലാക്കിയ തമ്പുരാൻ പരീക്ഷിച്ചു. പ്രധാനപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഇന്ന് ഈ നിമിഷം മലങ്കര ഓർത്തഡോക്സ് ചർച്ച് ദോഹയെ സംബന്ധിച്ചിടത്തോളം അഭിമാനം അറിയിക്കുന്ന ഒരു ദിനമാണിന്ന്. വളരെ നാളായി ആഗ്രഹിച്ചു ഇങ്ങനൊരു സമ്മേളനം ദോഹ യൂണിറ്റിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ചിന്തിക്കുന്നതിനും ചർച്ച ചെയ്യുന്നതിനും ദൈവം നല്ലൊരു അവസരം ഇവിടെ ഒരുക്കി. ആദ്യമായി ദൈവത്തെ മഹത്വപ്പെടുത്താം. അതുപോലെ തന്നെ എല്ലാവരെയും ഈ നിമിഷം നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യത്തിലേക്ക് ഞാൻ കടന്നുകൊള്ളട്ടെ. ഇന്ന് ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന വന്യ യുഹാനൻ മാർ പോളിക്കർപ്പസ് തിരുമേനിയാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥിരമായ സേവനം മലങ്കര സഭയിൽ ആകമാനം യുവനപ്രസ്ഥാനത്തിനും സഭയ്ക്കും നമ്മളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഈ തരുണത്തിൽ ഈ കോൺഫറൻസിലേക്ക് വന്യ തിരുമേനിയെ നിങ്ങൾ ഏവരുടെയും നാമത്തിൽ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് ഇടുക്കി ഭദ്രാസനാധിപനായിരിക്കുന്ന മാത്യൂസ് മാർ തെവോദൂസസ് തിരുമേനിയാണ്. ഇടുക്കി ഭദ്രാസനത്തിൻ്റെ ഈ മണ്ണിൽ ഇങ്ങനെ ഒരു കോൺഫറൻസ് നടത്താൻ അഭിനന്ദ തിരുമേനി അനേകം സഹായ സഹകരണങ്ങൾ നമുക്ക് ചെയ്തു തന്നു. അഭിനന്ദ തിരുമേനിയോടും ഭദ്രാസനത്തോടും ഉള്ള സ്നേഹം ഈ തരുണത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ ഓർപ്പിക്കട്ടെ. ഇന്ന് ഈ വേദിയിലേക്ക് ഈ യോഗത്തിൽ കടന്നു വന്ന വന്യ തെവോദൂസ് തിരുമേനിയെ GOYC കോൺഫറൻസിന് വേണ്ടി ഈ മീറ്റിങ്ങിലേക്ക് ഇന്ന് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് എൻ്റെ സഹപാഠിയാണ്. ജീവിതത്തിൽ ആദ്യമായി അങ്ങനൊരു അവസരം ദൈവം തമ്പുരാൻ തരുന്ന സഹപാഠിയെ സ്വാഗതം ചെയ്യുന്നത്. ബാംഗ്ലൂർ ഭദ്രാസനാധിപനായിരിക്കുന്ന വന്യ എബ്രഹാം മാർ സെറഫിൻ ചിന്താവിഷയം അവതരിപ്പിക്കാൻ നേരിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കായി നാം കാതോർത്തിരിക്കുന്നു. വന്യ തിരുമേനിയെ GOYCയുടെ പേരിൽ ഇന്ന് ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുള്ളൂ. ജീവന പ്രസ്ഥാനത്തിൻ്റെ വൈസ് പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ഫിലിപ്പ് തരകനച്ചനാണ്. അദ്ദേഹം ഇതിൻ്റെ തുടക്കം മുതൽ ഇന്നോളം എല്ലാ കാര്യങ്ങൾക്കും മേൽനോട്ടം വഹിക്കുകയും കാര്യങ്ങൾ യഥാസമയം വിളിച്ചന്വേഷിക്കുകയും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ചെയ്ത് നമ്മോടൊപ്പം സഹകരിച്ച് പ്രവർത്തിച്ചു പോകുന്നു. വന്യ തരകനച്ചനെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്തുള്ളൂ.
അടുത്തതായിട്ട് യുവന പ്രസ്ഥാനത്തിൻ്റെ കേന്ദ്ര ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ജസനച്ചനാണ്. അച്ഛൻ ദോഹയിൽ വരികയും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ അവിടുത്തെ വിലയിരുത്തി വേണ്ട നിർദ്ദേശങ്ങൾ ഇന്നുവരെയും ഞങ്ങൾക്ക് നൽകിപ്പോകുന്ന ബഹുമാനപ്പെട്ട ജസനച്ചനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ GOICയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ചിറത്തിലെ അച്ഛനാണ്. അച്ഛനും ഇവിടെ പ്രോഗ്രാം നടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സഹായ സഹകരണങ്ങൾ ഈ നിമിഷം വരെയും ചെയ്തു തന്നുകൊണ്ടിരിക്കുന്നു. തുടർന്നും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാവും. വന്നിയ അച്ഛനെയും ഈ വേദി ജേക്കബ് അവറുകളെ ഈ യോഗത്തിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായിട്ട് ദോഹ ഇടവക അംഗവും മലങ്കര ഓർത്തഡോക്സ് ാണ്. ഇതിന്റെ നേതൃത്വ നിരയിൽ തന്നെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. ഔപചാരികമായി അദ്ദേഹത്തിന് സ്വാഗതം ആശംസിക്കുക എന്ന കടമ എന്നിൽ നിഷ്ഠമാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്തുകൊള്ളു. അടുത്തായിട്ട് സ്വാഗതം ആശംസിക്കാനുള്ളത് രാജൻ ജോർജ് പണിക്കർ, MBC കോളേജ് ബർസാർ ആണ്. അദ്ദേഹത്തെയും നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. GOIC കോൺഫറൻസിന്റെ നടത്തിപ്പും ഇതിന്റെ പ്രാരംഭം സമയം മുതലേ ഇതോട് പ്രവർത്തിക്കുന്ന അടുത്തതായിട്ട് സ്വാഗതം ആശംസിക്കാനുള്ളത് യുവന പ്രസ്ഥാനത്തിന്റെ ട്രഷററാണ് ബഹുമാനപ്പെട്ട അജീഷ് മാത്യു. അദ്ദേഹം വേദിയിൽ സന്നിധനാണ്. അദ്ദേഹത്തെയും യോഗത്തിന്റെ പേരിലേക്ക് നിങ്ങൾ ഏവരുടെയും നാമത്തിൽ സ്വാഗതം ആശംസിക്കുന്നു. ഇന്ന് ഇതര യൂണിറ്റുകളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്നവർ, അതായത് ദോഹ MOC ഇടവക ആതിഥേയം വരുന്ന ഈ കോൺഫറൻസിലേക്ക് ദുബായ് യൂണിറ്റിൽ നിന്നും, ഷാർജ യൂണിറ്റിൽ നിന്നും, അബുദാബി യൂണിറ്റിൽ നിന്നും, അലൈൻ യൂണിറ്റ്, അതുപോലെ തന്നെ ബഹ്റിൻ, ഖത്തർ, ഒമാൻ, ജബലലി, വ്യത്യസ്തമായ പല മേഖലകളിലും GCC മേഖലകളിലും കടന്നു വന്നിട്ടുള്ള എല്ലാവരും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു. ഇനി സ്വാഗതം ആശംസിക്കാനുള്ളത് 2 വികാരി അച്ഛന്മാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒന്ന്, ഞങ്ങളുടെ ദോഹ ഇടവക പണിത് 3 ഇടവകളായി നിലനിന്നിരുന്ന സമയത്ത് ഈ ഇടവകയെ ഒന്നാക്കി ഞങ്ങളെ ഒന്നിച്ചു കൊണ്ടുപോയ ഞങ്ങളുടെ മുഖ്യ ഇടയൻ ബഹുമാനപ്പെട്ട തോമസ് മിയാൽ അച്ഛനെ ഈ തരുണത്തിൽ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യും. അതുപോലെ ഷാർജ ഇടവകയുടെ ബഹുമാനപ്പെട്ട വികാരി അജീസ് സി ചാക്കോ അച്ഛൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അച്ഛനെയും നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഈ യോഗത്തിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ആശംസിച്ചിട്ടുണ്ട്. ഒരിക്കൽ കൂടി ബഹുമാനപ്പെട്ട കരിങ്ങാട്ടിൽ അച്ഛൻ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. GOICയുടെ ജനറൽ കൺവീനർ വേദിയിലും സന്നിധനാണ്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്തു. ഒരിക്കൽ കൂടി ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ കൃത്യത്തിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷ പ്രസംഗത്തിനായി യുവജന പ്രസ്ഥാനത്തിന്റെ കേന്ദ്ര ത്രിയേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ സഹോദര മെത്രാപ്പൊലീത്തന്മാരെ, പ്രസ്ഥാനത്തിൻ്റെ വിവിധ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന എൻ്റെ സഹോദര വൈദികരെ, ആത്മായ പ്രവർത്തകരെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഞാൻ കമ്പിവാചകത്തിൽ പറയുന്നതിന് കാരണമുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സംഗതി ഇവിടെ ഇരിപ്പുണ്ട്. സമയം മര്യാദയ്ക്ക് പാലിച്ചോളണമെന്ന് പറയാൻ ഒരു സാധനം ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായി പാലിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഇനി നമ്മളിപ്പം തന്നെ താമസിച്ചാണ് തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ആ സമയം പാലിക്കാൻ എല്ലാവരും എപ്പോഴും ബദ്ധശ്രദ്ധരായില്ലെങ്കിൽ ഈ വണ്ടി വല്ലാതെ നമ്മുടെ ഭാരതത്തിൻ്റെ ട്രെയിൻ ഓടുന്ന പോലെ മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ താമസിച്ചു. അതുകൊണ്ട് എല്ലാവരും അത് ശ്രദ്ധയോടെ പാലിക്കണം. അത് ഓൺ ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. ഇന്നാണെങ്കിൽ സ്വാഗത പ്രസംഗൻ വളരെ കമ്പിവാചകത്തിലാണ് പറഞ്ഞത്. എനിക്കിഷ്ടപ്പെട്ടു. മെച്ചത് ഉള്ളതും ഇല്ലാത്തതും ഒക്കെ കൂടെ പറഞ്ഞ് ആകപ്പാടെ ഞങ്ങളെയൊക്കെ വാനോളം പൊക്കി. അത് കഴിഞ്ഞ് തിരുവനന്തപുരത്തിന് താഴോട്ടിടുന്നൊരു പ്രവണതയുണ്ട്. അതൊന്നും ഇല്ലാതെ കാത്തതിന് എനിക്ക് സ്വാഗത പ്രസംഗന് ഒരു ബൊക്കെ കൊടുത്താൽ കൊള്ളാമെന്നുണ്ട്. ഇപ്പം കൊടുക്കുന്നില്ല. നിങ്ങളുടെ ഈ സമ്മേളന ഉദ്ദേശം നിങ്ങളുടെ ഗാനത്തിൽ തന്നെ ഉണ്ട്, പ്രാരംഭ പ്രാർത്ഥന. അതിനകത്ത് 3 ചാൻസേ ഉള്ളെങ്കിലും വളരെ അർത്ഥഗർഭമായ പാട്ട്.
മനോഹരമായി നിങ്ങൾ പാടിയിട്ടോ. അതിന് നിങ്ങൾക്ക് എൻ്റെ അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും. എഴുതിയവരെയും പാടിയവരെയും ഞാൻ അനുമോദിച്ചിരിക്കുന്നു. അതിന് ചുക്കാൻ പിടിച്ച അച്ഛൻ തൊട്ട് താഴോട്ടുള്ള എല്ലാവരെയും അനുമോദിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് പറയാൻ പോയ സമയം പോകും. അതുകൊണ്ട് ഞാൻ ഈ സമയം പാലിക്കണമെന്ന് ഇപ്പം തന്നെ 4 മിനിറ്റായി. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം ഞാൻ എഴുതി വായിക്കാൻ പോവുകയാണ്. ഒരു വാട്സപ്പിൽ വന്നായ ഒരു മെസ്സേജാണ്. ചിന്തകൾക്ക് തീ കൊളുത്തുവാൻ നന്മയുടെ തുടികൊട്ടുമായി ഹൃദയതാളം എല്ലാ ആശംസകളും നേരുന്നു. ഇത് ഇട്ടത് നിങ്ങളുടെ പരിപാടിയോടനുബന്ധിച്ച ഇത് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ വൈസ് പ്രസിഡന്റും എൻ്റെ പ്രിയപ്പെട്ട അച്ഛനുമായ ഫിലിപ്പ് തറയൻ അച്ഛൻ്റെ പ്രസ്താവനയാണ്. അക്ഷരാർത്ഥത്തിലും ആത്മീയാർത്ഥത്തിലും അത് ഈ സ്ഥലത്ത് വെച്ച് നടത്തുമ്പോൾ അങ്ങനെ തന്നെ തോന്നും. അദ്ദേഹത്തിന്റെ ഹൃദയതാളത്തിന്റെ ആവേശത്തിൽ കഴിഞ്ഞ ബുധനാഴ്ച വാട്സപ്പിൽ കുറിച്ചതാണ് ഈ വാക്കുകൾ. അത് മണലാരണ്യത്തിൽ അതികഠിനമായി ചൂടിനോട് പടവെട്ടി കഷ്ടപ്പെടുന്ന സഹോദരങ്ങളും പ്രിയ മക്കളുമായ ഗൾഫ് മേഖലയിലെ യുവജന പ്രസ്ഥാനത്തിന്റെ വിവിധ യൂണിറ്റുകളുടെ പ്രതിനിധികളുടെ ആവേശവും ഉത്സാഹവും കണ്ടിട്ട് കുറിച്ചിട്ടുള്ളതാണ്. തീർച്ചയായും എല്ലാവർക്കും ആനന്ദവും ആമോദവും ആവേശവും ആഹ്ലാദവും കാവ്യാത്മകതയും തോന്നുന്ന സ്ഥലത്താണ് നാം ഇവിടെ നിന്ന് തമ്പടിച്ചിരിക്കുന്നത്. അഖിലാണ്ട മണ്ഡലത്തെ അണിയിച്ചൊരുക്കി അതിനുള്ളിൽ പ്രകാശത്തിന്റെ പൊൻകിരണം സ്ഥാപിച്ചതായ സർവേശ്വരന്റെ കാവ്യാത്മത ഒന്ന് വേറെ തന്നെ. സുന്ദരനായ ഒരു പുരുഷന്റെ അല്ലെങ്കിൽ സ്ത്രീയുടെ വഴിഞ്ഞൊഴുകുന്ന ചുരുണ്ട മുടി പോലെ പ്രകൃതിയുടെ മനോഹരമായ കാഴ്ച ഇവിടെ നമുക്ക് സർവവും ദൈവത്തിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്നും നാളെയും ദൈവത്തിന്റെ സാന്നിധ്യവും അനുഗ്രഹവും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും വിളിച്ചറിയിക്കുന്ന സ്വർഗീയ പനിമഞ്ഞും നമ്മിലും ഈ പരിസരങ്ങളിലും വസിക്കുമാറാകട്ടെ. ഗിദെയോന്റെ രോമക്കെട്ടിന്മേൽ പനിമഞ്ഞിന്റെ ആകൃതിയിൽ ഇറങ്ങി വസിച്ചവനായ പരിശുദ്ധാത്മാവ് ആയതുകൊണ്ട് ബഹളങ്ങളെക്കാളും ലോകമോദ തിമിർപ്പുകളെക്കാളും മൗനത്തിന്റെ സൗന്ദര്യത്തിനും അച്ചടക്കത്തിനും ഇവിടെ വേദിയാകട്ടെ എന്ന് ആമുഖമായി പറഞ്ഞുകൊള്ളുന്നു. ഒരു കവി ഇപ്രകാരം പാടുന്നു. അതിന്റെ വിഷയാവതരണം തന്നെ ഉണ്ട്. മൗനത്തിൻ ത്രിവേണി സ്നാനം ചെയ്ത് അഴലിൻ ആഴി കടന്നു ഞാൻ. ഈ 2 കുഞ്ഞു വരികൾ നൽകുന്ന അർത്ഥത്തിന്റെ തലങ്ങൾ വളരെ വലുതാണ്. എല്ലാ സങ്കടങ്ങളും വ്യതയും വേദനയും ദൈവമുമ്പാകെ സമർപ്പിച്ച് അവന്റെ മുഖത്തേക്ക് നോക്കി മൗനമായി ദൃഷ്ടി ഉറപ്പിച്ചിരിക്കാം. ഇന്നത്തെ പാട്ടിലും അതുണ്ടായിരുന്നു. അത് നമ്മൾ പ്രത്യേകിച്ച് ഓർക്കണം. അത് പല പ്രാവശ്യം ഉരുവിടുന്നത് തന്നെ ദൈവാനുഗ്രഹമാണ്. പരിഭവവും പരാതിയും സങ്കടവും തീർത്ത് ഞാൻ സ്വസ്ഥനായി തീരുമെന്നാണ് ഇവിടെ കഴിവ് പറയുന്നത്. മൗനത്തിൻ ത്രിവേണി സ്നാനം ചെയ്ത് അടലിൻ ആഴി കടന്ന് ഞാൻ എന്ന് പറയുമ്പോൾ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിച്ച് ഞാൻ സ്വസ്ഥനായി സമാധാനമായി മടങ്ങുമെന്നാണ് എൻ്റെ അർത്ഥം. ഇത് നമ്മളെപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ കവിത എഴുതണമെന്ന് ഞാൻ പറയുന്നില്ല, സംസാരിക്കരുതെന്നും പറയുന്നില്ല. എന്നാൽ ബഹളങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് കുറച്ച് സമയമെങ്കിലും സങ്കീർത്തകൻ പറയുന്നത് പോലെ ദൈവത്തെ നോക്കി മൗനമായിരിക്കാൻ നമുക്ക് കഴിയണം. നിങ്ങൾ ചുമക്കുന്ന ഭാരവും വേദനകളും ദൈവത്തിലിറക്കി അവനെ ഭരമേൽപ്പിച്ച് സ്വസ്ഥമായി വേണം ഈ മലമടക്കുകൾ ഇറങ്ങുവാൻ. ഒത്തിരി വാക്കുകളേക്കാൾ ചിന്തിച്ചുറച്ച ചില വാക്കുകൾക്കായിരിക്കും ശക്തി കൂടുതൽ. അത് പരിശുദ്ധാത്മാവിനാൽ ഊതിക്കഴിച്ചതാവാം. ചെറുപ്പത്തിലെ ഒരു സംഭവം നിങ്ങളുടെയും കൂടെ ചിന്തയിലേക്ക് വെച്ച് ഞാൻ വാക്കുകൾ ചുരുക്കുകയാണ്. വളരെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന സമയം 4:30 എഴുന്നേറ്റ് പ്രാർത്ഥന കഴിഞ്ഞാൽ വീണ്ടും കിടന്നുറങ്ങും. 7 മണിക്ക് ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ അടുപ്പിൽ തീ ഊതുന്ന അമ്മയാണ് കാണാറുള്ളത്. ഒരു ദിവസം കാലത്ത് എഴുന്നേറ്റപ്പോൾ അമ്മയുടെ മുഖത്ത് നല്ല പ്രകാശം.
സന്തോഷം. തലേ ദിവസം പുതിയ വീട് പണിയുന്നതിൻ്റെ നല്ല കട്ടിയുള്ള തടികളും ചിരട്ടയുടെ ചിരളുകളിട്ടാണ് അടുപ്പ് കത്തിച്ചിരുന്നത്. അത് ഊതും തോറും പ്രകാശത്തിന്റെ പ്രഭയായിരുന്നു അമ്മയുടെ മുഖത്ത്. കണ്ടപ്പോൾ വളരെ സൗന്ദര്യവതിയായിരുന്നു. അടുത്ത് ചെന്നിരുന്നപ്പോൾ എന്നെ ചേർത്ത് പിടിച്ചു. സാധാരണ അങ്ങനെ ചെയ്യാറില്ല. കാരണം എന്തായിരുന്നു ചോദിച്ചാൽ, സാധാരണ നാടൻ വിറകുകളാണ് കത്തിക്കാറുള്ളത്. അത് ഊതും തോറും അതിൽ നിന്ന് പുറപ്പെട്ടിരുന്നത് പൊടിയും ചാരവും മാത്രമായിരുന്നു. ഇന്ന് ഈടുറ്റ വിറക് കത്തിച്ചതിനാൽ ഊതും തോറും അമ്മയുടെ മുഖം പ്രകാശിച്ചിരുന്നു. നമ്മുടെ വാക്കുകളും ഇതുപോലെയായിരിക്കണം. ഈടുറ്റതായിരിക്കണം നമ്മുടെ വാക്കുകളും, അതുപോലെ തന്നെ സംസാരവും. വെറുതെ സംസാരിക്കുന്നവരും ബഹളം വെക്കുന്നവരും ആയിത്തീരരുത്. നമ്മുടെ മലയാളത്തിന്റെ സാഹിത്യകാരനായ ആനന്ദ് പറയുന്നുണ്ട്, പണ്ടുകാലങ്ങളിൽ തൊടി കൂടുതലുള്ള കാലത്ത് ചെറിയ മുട്ടയിട്ട കോഴി കൊക്കും. അത് കൊക്കി തുടങ്ങിയാൽ 1/2 കിലോമീറ്റർ ചുറ്റളവുള്ള എല്ലാ കോഴികളും കൊക്കി തുടങ്ങും. ഒരു ബഹളമായിരിക്കും അവിടെ. അപ്പോൾ തോന്നും കോഴിയുടെ പ്രധാനപ്പെട്ട ജോലി ഈ ചെറിയ മുട്ടയിടുക എന്നതാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ അങ്ങനെ ആകാതിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് സങ്കീർത്തകൻ പറയുന്നത്, എൻ്റെ വായ്ക്കൊരു കാവൽക്കാരനെയും എൻ്റെ അധരങ്ങൾക്കൊരു സൂക്ഷിപ്പുകാരനെ നിയമിക്കണമേ എന്ന്. യാക്കോബ് ശ്ലീഹ പറയുന്നു, കേൾക്കാൻ വേഗതയും പറയാൻ താമസവും ഉണ്ടായിരിക്കട്ടെ എന്ന്. അതിനാൽ എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും പരിശുദ്ധാത്മാവിന്റെ ആലോചനയോടെ വാക്കുകൾ പറയുവാൻ തക്കവണ്ണം അത് സഭയ്ക്കും സമൂഹത്തിനും രാഷ്ട്രത്തിനും പ്രയോജനം ചെയ്യുവാൻ ഇടവരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്നറിയാം എന്ന സങ്കീർത്തകന്റെ വാക്ക് കടമെടുത്തും കൊണ്ട് എൻ്റെ വാക്ക് ചുരുക്കുന്നു. അതിനു മുമ്പായിട്ട് ഇന്നത്തെ പ്രാർത്ഥനാ ഗാനത്തിന്റെ അവസാനത്തെ 4 വരികൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു. നീറും മാനവുമായി നിൻ മുൻപിൽ നിൽക്കുമ്പോൾ നിനുവയിൽ എന്ന പോലെ അലിയണമേ. നീ എന്നിൽ വളരാൻ നിന്നിൽ ഞാൻ അലിയാൻ നിൻ കൃപ മാരി പോൽ ചൊരിയണമേ എന്നിൽ. ദൈവം തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ കൃപ മാരി പോലെ ഇവിടെ ചൊരിയുവാൻ, ഈ സമ്മേളനം അനുഗ്രഹത്തിനായി തീരുവാൻ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട ഒത്തിരി പേരുണ്ട്. ഒരുപക്ഷെ അവരിൽ നിന്നും ഈ സ്റ്റേജിൽ കണ്ടില്ലെന്ന് വരാം. അവരെല്ലാം അതിന്റെ പുറകിലായിരിക്കും. അവർക്കെല്ലാം സർവ്വാനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അധ്യക്ഷ പ്രസംഗം ചുരുക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകും. തിരുമേനിയുടെ അധ്യക്ഷ പ്രസംഗത്തോടനുബന്ധിച്ച് അഭിനന്യ മാത്യൂസ് മാർ തെവോദോസസ് തിരുമേനി, അഭിനന്യ ഡോക്ടർ എബ്രഹാം മാർ സറാഫിം തിരുമേനി, വന്യരായ വൈദിക ശ്രേഷ്ഠരെ, ഗൾഫ് ഓർത്തഡോക്സ് യൂത്ത് കോൺഫറൻസിന്റെ പ്രവർത്തകരെ, പ്രതിനിധികളെ, വളരെ സന്തോഷത്തോടും ആഹ്ലാദത്തോടും കൂടിയാണ് യുവജന പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റും അങ്കമാലി ഭദ്രാസനത്തിന്റെ അധിപനുമായ അഭിനന്യ യോഹാനൻ മാർ പോളികാർപ്പോസ് മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ട് എഴുതിയ ലേഖനങ്ങളുടെ സമാഹാരമായ വചനത്തിന്റെ ഹൃദയതാളം പരിചയപ്പെടുത്തുന്നത്. 156 പേജുകളിൽ വളരെ ഹൃദ്യമായി വേദ വിശകലനങ്ങൾ അവതരിപ്പിക്കുന്നതിൽ യോഹാനൻ മാർ പോളികാർപ്പോസ് മെത്രാപ്പൊലീത്ത വളരെയധികം വിജയിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഇത്ര മനോഹരമായ ഒരു ഗ്രന്ഥം പ്രസിദ്ധീകരിക്കുവാൻ സമയവും സാവകാശവും ഒക്കെ കണ്ടെത്തിയതിൽ എല്ലാവരുടെയും പേരിൽ അഭിനന്ദനായ യോഹാനൻ മാർ പോളികാർപ്പോസ് തിരുമേനിയെ ഞാൻ മുക്തകണ്ഠം അഭിനന്ദിക്കുകയാണ്. 3 ഭാഗങ്ങളിലായി 23 ലേഖനങ്ങളാണ് ഇതിൽ സമാഹരിച്ചിരിക്കുന്നത്. ആദ്യത്തെ ഭാഗം ജീവിതവും കാഴ്ചപ്പാടുകളുമാണ് അവതരിപ്പിക്കുന്നത്. രണ്ടാമത്തെ ഭാഗം യുവജന പ്രസ്ഥാനത്തിന്റെ വിവിധ കോൺഫറൻസുകളിൽ അവതരിപ്പിച്ച മുഖ്യ ചിന്താവിഷയമാണ് ഈ രണ്ടാമത്തെ ഭാഗത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. മൗനത്തിന്റെ സൗന്ദര്യം വരെയുള്ള ലേഖനങ്ങൾ ഇതിൽ ഉണ്ട്. മൂന്നാമത്തെ ഭാഗം വിവിധ വിഷയങ്ങളെ കുറിച്ചുള്ള വചന വിശകലനങ്ങളാണ്. അഭിനന്ദ തിരുമനസിനെ കുറിച്ച് ഓർക്കുമ്പോൾ
കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സോഷ്യോളജിയിൽ MA ബിരുദവും, ഓർത്തഡോക്സ് വൈദിക സെമിനാരിയിൽ നിന്ന് GST, സറാംപൂർ സർവകലാശാലയിൽ നിന്ന് BD, ജനീവയിലെ ബോസ് എക്യുമെനിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും വേദശാസ്ത്രത്തിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയും കരസ്ഥമാക്കിയ അഭിനന്ദ തിരുമനസ് വിവിധ പ്രസ്ഥാനങ്ങളുടെ ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. ഡൽഹിയിലും കൊച്ചിയിലുമായി വിവിധ ഭദ്രാസനങ്ങളിൽ അദ്ദേഹം സേവനം അനുഷ്ഠിച്ചു. 2009 മുതൽ അങ്കമാലി ഭദ്രാസനാധിപനും യുവജന പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റുമായി സേവനം അനുഷ്ഠിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ ഗൾഫ് യുവജന പ്രസ്ഥാനത്തിന്റെ കോൺഫറൻസിൽ ഈ ഗ്രന്ഥം പ്രസിദ്ധീകരിക്കുവാൻ സാവകാശവും അവസരവും നൽകിയതിൽ പ്രത്യേകമായി ഇതിന്റെ ഭാരവാഹികളെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇപ്പോൾ അഭിനന്ദിയ മാത്യൂസ് മാർ തേവോദോസസ് തിരുമനസ് കൊണ്ട് അഭിനന്ദിയ ഡോക്ടർ എബ്രഹാം മാർ സറാഫിൻ തിരുമനസിന് ഇതിന്റെ ആദ്യ പ്രതി നൽകി ഈ ഗ്രന്ഥം പ്രസിദ്ധീകരിക്കുകയാണ്. 150 രൂപ വിലയുള്ള ഈ ഗ്രന്ഥം ഈ കോൺഫറൻസിൽ 100 രൂപയ്ക്ക് ലഭിക്കും എന്നുള്ളത് സന്തോഷത്തോടുകൂടി ഞാൻ അറിയിക്കുകയാണ്. യുവജന പ്രസ്ഥാനത്തിലെ പ്രസിഡന്റായിരുന്ന അഭിമന്യ ഡോക്ടർ ഗീവർഗീസ് മാർ ഒസ്താത്തോസ് തിരുമേനി നിരവധി പുസ്തകങ്ങൾ എഴുതുകയും അത് യുവജന പ്രസ്ഥാനങ്ങൾ ഏറ്റെടുത്ത് അത് വിറ്റഴിച്ച് ആ പുസ്തകങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്ത ഒരു പാരമ്പര്യമാണ് യുവജന പ്രസ്ഥാനത്തിനുള്ളത്. അതേപോലെ തന്നെ വചനത്തിന്റെ ഹൃദയതാളം എന്ന ഈ ഗ്രന്ഥം നമ്മുടെ യുവജന പ്രസ്ഥാനം ഏറ്റെടുത്ത് കൂടുതൽ വായനയ്ക്കും ചർച്ചയ്ക്കും മനനത്തിനുമായിട്ട് ഉൾക്കൊള്ളിക്കണമെന്ന് ഞാൻ സ്നേഹത്തോടെ ഓർപ്പിച്ചുകൊണ്ട് ഈ ഗ്രന്ഥം അഭിനന്ദിയ തിരുമനസ്സുകൊണ്ട് സറാഫീൻ തിരുമനസ്സിനെ നൽകി പ്രകാശനം ചെയ്യുന്നു. അഭിനന്ദിയ യുഹാരന്മാർ പോളികാർപ്പോസ് തിരുമനസ്സിന് എല്ലാവിധമായ നന്മകളും ആശംസിക്കുന്നു, പ്രാർത്ഥനകൾ നേരുന്നു. ഇവിടെ പ്രത്യേകമായ കൗണ്ടറിൽ 100 രൂപയ്ക്ക് ഈ ഗ്രന്ഥം ലഭിക്കും. നമ്മുടെ എല്ലാ യൂണിറ്റുകളും ധാരാളം കോപ്പികൾ വാങ്ങി നമ്മുടെ യൂണിറ്റുകളിൽ കൊണ്ടുപോയി വായനയ്ക്കും പഠനത്തിനുമായിട്ട് സമർപ്പിക്കണം എന്ന സ്നേഹത്തോടെ ഓർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ആദരവ്, നന്ദി. GOYC 2016 ഔദ്യോഗിക ഉദ്ഘാടനത്തിനായി ഇടുക്കി ഭദ്രാസനാധിപൻ അഭിമന്യ മാത്യൂസ് മാർ തേവോദോസസ് തിരുമനസിനെ ഏവരുടെയും നാമത്തിൽ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. അഭിമന്യനായ യൂഹാനൻ മാർ പോളികാർപ്പോസ് തിരുമേനി, അഭിമന്യ എബ്രഹാം മാർ സറാഫിൻ തിരുമേനി, യുവജന പ്രസ്ഥാനത്തിൻ്റെ കേന്ദ്ര വൈസ് പ്രസിഡന്റ് വന്യനായ ഫിലിപ്പ് തരകനച്ചൻ, OCYM-ന്റെ ജനറൽ സെക്രട്ടറി വന്യനായ PY ജസനച്ചൻ, ഇവിടെ ആശംസയർപ്പിക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ വന്യനായ C. ജോൺ ചർത്തലാട്ടച്ചൻ, മനോഹരമായ പുസ്തകം അഭിനന്ദ പ്രസിഡന്റ് തിരുമേനി എഴുതിയ പുസ്തകം നമുക്കായി പ്രകാശനത്തിന് മുഖവര തന്ന് അഭിവാദനങ്ങൾ, ആശംസകൾ അർപ്പിച്ച നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ജോൺ തോമസ് കരിങ്ങാട്ടിലച്ചൻ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, യുവജന പ്രസ്ഥാനത്തിൻ്റെ കേന്ദ്ര ഭാരവാഹികളെ, ഗൾഫ് റീജിയനിൽ നിന്നുള്ള ഭാരവാഹികളെ, യുവജന പ്രസ്ഥാനത്തിൻ്റെ ഗൾഫ് ഓർത്തഡോക്സ് യൂത്ത് കോൺഫറൻസിൽ പങ്കെടുക്കുന്ന ഗൾഫിലെ എല്ലാ യൂണിറ്റുകളിൽ നിന്നുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും ക്രിസ്തു യേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. ഞാൻ പ്രിയപ്പെട്ട പോളികാർപ്പോസ് തിരുമേനി പറഞ്ഞതുപോലെ ഇവിടേക്ക് നോക്കിയായിരുന്നു. സമയം തിരുമേനി പാലിച്ചോ എന്ന് തന്നെ ഞാൻ ആദ്യമേ നോക്കി. തിരുമേനി 2 മിനിറ്റ് കൂടുതൽ എടുത്തതായിട്ട് ഈ വാച്ച് വിളിച്ചറിയിക്കുന്നു. സമയം എനിക്ക് തന്നിരിക്കുന്ന സമയം പ്രോഗ്രാമിൽ 10 മിനിറ്റാണ്. ഇനോഗ്രേഷൻ ആയതുകൊണ്ടായിരിക്കാം. ബാക്കിയെല്ലാം കുറഞ്ഞ സമയങ്ങളാണ്. തീർത്തും വളരെ എളുപ്പത്തിൽ
എൻ്റെ സന്ദേശം നിങ്ങൾക്കും എനിക്കുമായി ഞാൻ തരുവാൻ തക്കവണ്ണം ദൈവത്തിൽ ശരണപ്പെടട്ടെ. മൗനത്തിൻ്റെ സൗന്ദര്യം, ലാവണ്യം ഈ വർഷത്തെ യുവജന പ്രസ്ഥാനത്തിൻ്റെ ധ്യാനാത്മകമായ ചിന്തയാണ്. ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങളും പഠിപ്പിക്കലുകളും ധ്യാനങ്ങളും ഒക്കെ നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ സൗന്ദര്യത്തെ ആവഹിച്ചെടുക്കുവാൻ നിങ്ങൾക്കും എനിക്കും സാധ്യമാവട്ടെ. ഗൾഫ് ഓർത്തഡോക്സ് യൂത്ത് കോൺഫറൻസിന് സാധ്യമാവട്ടെ എന്നാദ്യമായി ആശംസിക്കുകയാണ്. ഭാരതത്തിൻ്റെ മഹാനായ കവി, നൊബേൽ സമ്മാന അർഹനായ ഭാരതത്തിൻ്റെ വിശ്വകവി രവീന്ദ്രനാഥ ടാഗോർ തൻ്റെ മനോഹരമായ ഗീതാഞ്ജലിയിൽ ഇപ്രകാരം എഴുതി. മൗനത്തിൻ്റെ ലാവണ്യം അത് മറ്റൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ മനോഹരമായ പ്രാർത്ഥനയാണ്. ഗീതാഞ്ജലി എന്നും അതൊരു മിസ്റ്റിക് പോയമാണ്. മിസ്റ്റിക് പോയം, ദൈവവുമായിട്ടുള്ള രഹസ്യാത്മക ബന്ധം, അതാണല്ലോ മിസ്റ്റിസിസം. ആ മിസ്റ്റിസിസത്തിലൂടെ ലോകത്തിന് നൽകുന്ന അദ്ദേഹത്തിൻ്റെ മൗനത്തിൻ്റെ ലാവണ്യം, നമ്മുടെ ചിന്താവിഷയം അദ്ദേഹം ഇപ്രകാരമാണ് അവതരിപ്പിക്കുന്നത്. ഈശ്വരനോട്, ദൈവത്തോട് ടാഗോർ, ഭാരത ജനത, ലോകം മുഴുവൻ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ജീവൻ്റെ ജീവനെ, അങ്ങയോടുള്ള എൻ്റെ പ്രാർത്ഥന ഒന്നേയുള്ളൂ, ഒന്നു മാത്രം. അങ്ങയുടെ അരികിൽ ഇരിക്കുവാനുള്ള ഒരു നിമിഷ നേരത്തെ മൗന അനുവാദം എനിക്ക് തരണമേ. അതിമനോഹരമായ അർത്ഥഗർഭമായ ഒരു പ്രാർത്ഥനയാണ്. ഈശ്വരനെ, ദൈവത്തെ ടാഗോർ വിശേഷിപ്പിക്കുന്നത് ജീവന്റെ ജീവനെ എന്നാണ്. എൻ്റെ ജീവന്റെ ജീവനെ, അങ്ങയോടുള്ള എൻ്റെ പ്രാർത്ഥന ഒന്നേ ഉള്ളൂ, ഒന്ന് മാത്രം. എന്നിൽ കുടികൊള്ളുന്ന അഹംഭാവത്തിൻ്റെ വേരുകളെ അറുത്തു കളഞ്ഞിട്ട് അങ്ങയുടെ സന്നിധിയിൽ ഇരിപ്പാനുള്ള ഒരു നിമിഷ നേരത്തെ ആഗ്രഹം, മൗനം എനിക്ക് തരണമേ. ഇപ്പൊ രണ്ട് കാര്യങ്ങൾ അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കണമെങ്കിൽ എന്നിലെ ഞാൻ ഇല്ലാതാവണം. എന്നിൽ കുടികൊള്ളുന്ന അഹംഭാവത്തിൻ്റെ, ഞാനെന്ന ഭാവത്തിൻ്റെ വേരുകളെ അറുത്തു കളയണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. ഇത് മിസ്റ്റിസിസത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ ക്ലൈമാക്സ് ആണ്. എന്നിൽ നിങ്ങളിലും അഹംഭാവത്തിൻ്റെ പേരുകളാണ് ലോകത്തിൽ അസ്വസ്ഥതയും ഭീകരത്വവും ഒക്കെ ഉടലെടുക്കുന്നത്. അതാണ്, അതുകൊണ്ട് തന്നെയാണ് നിങ്ങളിലും എന്നിലും ഒസിമയം ഇന്ന് ഇതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച്, മൗനത്തിൻ്റെ ലാവണ്യം, മൗനത്തിൻ്റെ സൗന്ദര്യം, ദ ബ്യൂട്ടി, അതേ നമ്മുടെ ചിന്താവിഷയം അതാണ്, ദ ബ്യൂട്ടി ഓഫ് സൈലൻസ്. 46-ാം സങ്കീർത്തനം വായിച്ച മകൾ ഭംഗിയായി അത് വായിച്ചു. ധ്യാനിക്കാം. 46-ാം സങ്കീർത്തനം 10-ാം വാക്യം എന്താണ്? ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം ഗോഡ്. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ദൈവത്തെ മൗനത്തിൻ്റെ അഗാധതയിൽ ആ സൗന്ദര്യത്തെ ആവഹിച്ചെടുത്ത പിതാക്കന്മാരുടെ മക്കളാണ് നമ്മൾ. പരിശുദ്ധനായ പരുമല തിരുമേനിയും പരിശുദ്ധനായ വട്ടശ്ശേരിൽ തിരുമേനിയും പരിശുദ്ധ കുറിച്ചി ബാവ, കല്ലശ്ശേരിൽ ഗീവർഗീസ് ദിദിയൻ ബാവ, അതുപോലെ തന്നെ പരിശുദ്ധ പാമ്പാടി തിരുമേനി, അവർ ബഹളം വെച്ച് സഭയെ നയിച്ചവരല്ല. ദൈവത്തിൻ്റെ സൗന്ദര്യത്തെ തങ്ങളുടെ മൗന പ്രാർത്ഥനയിലൂടെ, മൗനത്തിൻ്റെ ലാവണ്യത്തിലൂടെ ദൈവത്തിൻ്റെ സൗന്ദര്യം ആവഹിച്ചെടുത്ത് ലോകത്തിന് പ്രകാശിപ്പിച്ചത് കൊണ്ടാണ് അവർ പരിശുദ്ധന്മാരായത്. നമുക്കും അങ്ങനെയുള്ളൊരു വിളിയാണ്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാവും. We are so lovable to God. We are so near to God. We are so affectionate to God. Gulf Orthodox Youth Conference അതിമനോഹരമായ പരിശുദ്ധ ബസേലിയോസ് കോളേജ് MBC, മാർ ബസേലിയസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, ഇടുക്കി ബലഹീനായൻ എൻ്റെ ഭദ്രാസനത്തിലെ ഈ ഇടുക്കിയുടെ മണ്ണിൽ, ഈ അതിമനോഹരമായ സ്ഥലത്ത്
ദൈവത്തെ നോക്കി മൗനമായിരുന്ന് ആ സൗന്ദര്യം ആവഹിച്ചെടുക്കുവാൻ പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനി ഈ തൻ്റെ പ്രത്യേകമായ ഉടമസ്ഥതയിലുള്ള, ഞാൻ ഒന്നുകൂടി പറയാം, മൗനത്തിൻ്റെ ലാവണ്യം ആവഹിച്ചെടുത്തത് കൊണ്ടാണ് ഈ പ്രദേശത്ത്, ഈ കുന്നിൻ്റെ നെറുകയിൽ പീരുമേട്ടിൽ ഇടുക്കി ഭദ്രാസനത്തിൽ ഈ കോളേജ് തലയുയർത്തി നിൽക്കുന്നത്. അത് മറ്റാരുമല്ല, നിങ്ങളും ഞാനും എന്നും മലങ്കര സഭയുടെ അതേ സൗന്ദര്യത്തിൻ്റെ പ്രതീകമായി മൗനത്തിൻ്റെ സൗന്ദര്യം അത് ആവഹിച്ചെടുത്ത പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് ദിദിയൻ ബാവ, അതേ ആ പരിശുദ്ധ പിതാവാണ് ഈ കോളേജ് സ്ഥാപിച്ചത്. ആ പിതാവിലൂടെ ഈ സൗന്ദര്യത്തെ, ദൈവത്തിൻ്റെ സൗന്ദര്യത്തെ നമുക്ക് ആവഹിച്ചെടുക്കാൻ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. 1 മിനിറ്റ് 46 സെക്കൻഡ് കൂടി എനിക്കുണ്ട് നിർത്താൻ പോകുന്ന. ദൈവം അനുഗ്രഹിക്കട്ടെ. ടാഗോറിൻ്റെ അതിമനോഹരമായ പ്രാർത്ഥന. പ്രിയ കുഞ്ഞുങ്ങളെ, നാളെ ഈ സഭയുടെ ചുക്കാൻ പിടിക്കേണ്ട യുവജന പ്രസ്ഥാനത്തിൻ്റെ അംഗങ്ങളെ, അതിമനോഹരമായി നിങ്ങൾക്ക് ആ വിശേഷണം നൽകിയിരിക്കുന്നു. GOYC, ഗൾഫ് ഓർത്തഡോക്സ് യൂത്ത് കോൺഫറൻസ്, പരിശുദ്ധ സഭയുടെ OCYM-ന്റെ എന്നും അഭിമാനത്തോടെ ഓർക്കാവുന്ന ഗൾഫ് റീജിയനിലെ മുഴുവൻ രാജ്യങ്ങളിൽ നിന്നുള്ള സഭയുടെ അഭിമാനമായ OCYM-ന്റെ പ്രവർത്തകർക്ക്, അംഗങ്ങൾക്ക്, കുടുംബത്തിലെ പ്രിയ സഹോദരിമാർക്ക്, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക്, ഇടുക്കി ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പൊലീത്ത എന്നുള്ള നിലയിൽ പരിശുദ്ധ കാതോലിക്ക ബാബയുടെയും ബലഹീനായ എൻ്റെയും എൻ്റെ വൈദികരുടെയും ജനങ്ങളുടെയും OCYM-നുള്ള എല്ലാ പ്രാർത്ഥനകളും നേരുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഒരിക്കൽ കൂടി ഗീതാഞ്ജലിയിലെ ആ മനോഹരമായ പ്രാർത്ഥന ചൊല്ലട്ടെ. നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ജീവനെ, അങ്ങയോടുള്ള എൻ്റെ പ്രാർത്ഥന ഒന്നേ ഉള്ളൂ, ഒന്നു മാത്രം. എന്നിൽ കുടികൊള്ളുന്ന അഹംഭാവത്തിൻ്റെ വേരുകളെ അറുത്തു കളഞ്ഞ് അങ്ങയുടെ സന്നിധിയിൽ ഒരു നിമിഷം മൗനമായിരിക്കാനുള്ള അനുവാദം എനിക്ക് തരണമേ. ഈ ഗൾഫ് ഓർത്തഡോക്സ് യൂത്ത് കോൺഫറൻസ് 2016 നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയോടെ, അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന അഭിവന്യ പിതാക്കന്മാരെ, ജ്യേഷ്ഠ സഹോദരങ്ങളും ഗുരുതുല്യരുമായ വൈദിക ശ്രേഷ്ഠരെ, യുവജന പ്രസ്ഥാനത്തിൻ്റെയും GOYC-യുടെയും ഭാരവാഹികളായിട്ട് വേദിയിലിരിക്കുന്നവർക്കും ഇതിൽ പങ്കുകൊള്ളുന്നവർക്കും സ്നേഹാഭിവാദനങ്ങൾ. 3 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കേണ്ട ആശംസകൾ ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ ഒതുക്കുകയാണ്. മരുഭൂമി മലനാടിനെ സന്ദർശിക്കുന്ന സമ്മേളനമാണ് ഇത്. നിശ്ചയമായും മൗനത്തിന്റെ സൗന്ദര്യം തേടിയുള്ള തീർത്ഥാടനത്തിന്റെ നല്ല നിമിഷങ്ങൾക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ്. ജീവിതത്തിന്റെ കഷ്ടപ്പാടുകൾക്കും പ്രയത്നങ്ങൾക്കും നടുവിൽ സുരക്ഷിതത്വ ബോധം തേടി കൂദാശകളുടെ മറവ് തേടി പോകുന്ന പ്രവാസി മലയാളിയുടെ നന്മകൾ പൂത്തുലയുന്ന നല്ല ദിനങ്ങളാണ് ഇതെന്ന് ഹൃദയപൂർവ്വം ഞാൻ ഓർത്തുപോകുന്നു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പദ്ധതികളിൽ നിങ്ങളുടെ വിയർപ്പും നിങ്ങളുടെ നന്മയും ഈ മണ്ണൊരിക്കലും മറക്കുന്നില്ല എന്നുള്ള സ്നേഹത്തിന്റെ വാക്കുകൾ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ അർപ്പിച്ചുകൊള്ളട്ടെ. നിശ്ചയമായും ഇതിന്റെ സംഘാടകരുടെ മനസ്സിൽ ഉത്കണ്ഠയുടെ ശിങ്കാരിമേളം പറകൊട്ടുകയാണ്. അതിന്റെ കാരണമെന്തെന്ന് ചോദിച്ചാൽ, ഇവിടെ എത്തുന്ന ഒരാൾക്ക് പോലും കുറവ് വരരുത് എന്ന ഹൃദയപൂർവമായ പ്രാർത്ഥന ദോഹയിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു കത്തുന്നത് കഴിഞ്ഞ ദിനങ്ങളിൽ ഞാൻ കാണുകയാണ്. നിശ്ചയമായും അനുഗ്രഹത്തിന്റെ ഒരു വേദിയായി തീരട്ടെ. വാൻകോവ് പ്രിയപ്പെട്ട പ്രണയിനിക്ക് സമ്മാനിച്ചത് ചെവിയാണെങ്കിൽ, പ്രവാസി മലയാളികൾ മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് സമ്മാനിക്കുന്നത് സ്നേഹത്തിന്റെ ഹൃദയമാണ്. അതുകൊണ്ട്
നന്മയുടെ നിമിഷങ്ങൾ നിങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ട്, എല്ലാ ഭാവുകങ്ങളോടെ. അതുകൊണ്ട് എല്ലാ നന്മകളും ഭാവുകങ്ങളും യുവജന പ്രസ്ഥാനത്തിന്റെ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തുടിപ്പുകൾക്ക് നന്മയേകുവാൻ തുടർ ദിനങ്ങൾ അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഉപസംഹാരം നടത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷത അലങ്കരിക്കുന്ന പ്രസ്ഥാനം പ്രസിഡന്റ് അഭിമന്യ യൂഹാനൻ മാർ പോളിക്കർപ്പോസ് മെത്രാപ്പൊലീത്ത തിരുമനസ്, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഇടുക്കി ഭദ്രാസനാധിപൻ അഭിമന്യ മാത്യൂസ് മാർ തെവോദോസിയോസ് തിരുമനസ്, ഇവിടെ മുഖ്യ ചിന്താവിഷയം അവതരിപ്പിക്കുന്ന ബാംഗ്ലൂർ ഭദ്രാസനാധിപനായിരിക്കുന്ന അഭിമന്യ ഡോക്ടർ എബ്രഹാം മാർ സെറാഫിൻ തിരുമനസ്, അഭിമന്യരായ വൈദിക ശ്രേഷ്ഠരെ, പ്രിയമുള്ള യുവജന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരെ, ഗൾഫ് ഓർത്തഡോക്സ് യൂത്ത് കോൺഫറൻസിന്റെ പ്രവർത്തകരെ, ഇതിൽ സംബന്ധിക്കുന്ന ഏവരുമേ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ഗൾഫ് മേഖലയിലുള്ള യുവജന പ്രസ്ഥാനത്തിന്റെ 7ാമത് കൂടിവരവാണ് ഇവിടെ സമ്മേളിക്കുന്നത്. പ്രത്യേകിച്ച് മുൻ വർഷങ്ങളിലൊക്കെയും ഗൾഫിലെ വിവിധ ഇടവുകളിലാണ് ഈ സമ്മേളനം നടന്നു വന്നിരുന്നത്. കഴിഞ്ഞ കോൺഫറൻസ് ഷാർജ ഇടവകയുടെ ആഭിമുഖ്യത്തിൽ ഷാർജയിൽ വെച്ച് തന്നെയാണ് നടന്നത്. ഈ വർഷത്തെ കോൺഫറൻസ് ചില പ്രത്യേക സാഹചര്യത്തിൽ പീരുമേടുള്ള നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് നടക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നു. ഖത്തർ ഇടവകയെ സംബന്ധിച്ച് ഇതിന്റെ ഒരുക്കങ്ങൾ വളരെയധികം കഷ്ടപ്പാടുള്ളതായിരുന്നു. ഒന്ന്, അവിടെ ഇരുന്നുകൊണ്ട് നാട്ടിലുള്ള ക്രമീകരണങ്ങൾ നിർവഹിക്കുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ളതായിരുന്നു. എന്നിരുന്നാൽ തന്നെയും ഇടവ വികാരിമാരും ഇടവയുടെ ഭരണ ചുമതലക്കാരും യുവജന പ്രസ്ഥാനത്തിന്റെ വിവിധ സ്ഥാനികളും GOICയുടെ കമ്മിറ്റി അംഗങ്ങളും ചേർന്ന് അനുഗ്രഹകരമായി ഈ വേദി നമുക്ക് വേണ്ടി സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇതിൽ പങ്കെടുക്കുന്ന ഏവർക്കും ഇതൊരു ജീവിതത്തിന്റെ പുതിയ അനുഭവമാകട്ടെ. പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിലുള്ള പ്രത്യേക കാലാവസ്ഥകളിൽ ജീവിക്കുന്നവർക്ക് ഈ ഇടുക്കിയുടെ തണുപ്പും ഇവിടെയുള്ള അനുഗ്രഹീതമായ കാലാവസ്ഥകളുമൊക്കെ ജീവിതത്തിന് ഒരു പുതിയ ഉണർവേകട്ടെ. പ്രത്യേകിച്ച് രാവിലെ കൊടിയേറ്റുന്ന സമയത്ത് ഇവിടെ പറയുകയായിരുന്നു, ഈ കോൺഫറൻസിൽ 2 ദിവസം സംബന്ധിക്കുമ്പോൾ 2 വയസ്സ് കൂടുവാൻ തക്കവണ്ണം ഇടയാകും. അതിന് പറ്റിയ കാലാവസ്ഥയാണ് ഇടുക്കിയിൽ നമുക്കുള്ളത്. ഈ അനുഗ്രഹീതമായ കാലാവസ്ഥ അനുഭവിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നേറുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കട്ടെ. ആരാധന, പഠനം, സേവനം എന്നീ 3 ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് യുവജന പ്രസ്ഥാനം പ്രവർത്തിക്കുന്നത്. ഈ വർഷത്തെ നമ്മുടെ ചിന്താവിഷയം നമ്മെ ആരാധനയിലേക്ക് നയിക്കുന്നതാണ്. ഹൃദയത്തിന്റെ മൗനമുണ്ടായെങ്കിൽ മാത്രമേ ശരിയായ ആരാധന ദൈവസന്നിധിയിൽ അർപ്പിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുള്ളൂ. ഹൃദയം ശാന്തമാക്കി മൗനമാക്കി ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടുമ്പോൾ അവിടെ നിന്നും ആരാധന ഉയരും. ആരാധന ദൈവസന്നിധിയിലേക്ക് നമ്മെ വഴി നടത്തും. ദൈവത്തിന്റെ കരുണകളും കൃപകളും ധാരാളമായി ചൊരിയുന്ന ഒരു കോൺഫറൻസ് ആയി തീരുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ഏവർക്കും നന്ദി. MBC കോളേജിന്റെ ഡയറക്ടർ, നമ്മുടെ അഭ്യുന്ന സഭാപിതാക്കന്മാരെ, ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, ഗൾഫ് ഓർത്തഡോക്സ് യൂത്ത് കോൺഫറൻസിനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട പ്രതിനിധികളെ, പ്രത്യേകിച്ച് എൻ്റെ അമ്മാച്ചൻ MB ഫിലിപ്പിനെ കൂടെ സ്വാഗതം ചെയ്യുകയാണ്. അതിനവസരം കിട്ടിയതുകൊണ്ട് അദ്ദേഹത്തെയും ഉൾപ്പെടെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും ഞാൻ ആദ്യമായിട്ട് സ്വാഗതം ചെയ്യാം. നിങ്ങളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സന്ദർഭത്തിൽ MBC കോളേജിലേക്ക് നിങ്ങളെ ഒന്ന് സ്വാഗതം ചെയ്യുക മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മൗനത്തിൻ്റെ ലാവണ്യത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അഭ്യന്തരനായ ദേവദാസ് തിരുമേനി ഓർപ്പിച്ചതുപോലെ 2 പിതാക്കന്മാരുടെ ചിന്തയാണ് എൻ്റെ മനസ്സിൽ കടന്നുപോയത്. ഒന്ന്, ഇവിടെ നിങ്ങൾ കടന്നു വന്നപ്പോൾ കണ്ട മാത്യൂസ് മാർ നമ്മുടെ തിരുമേനിയുടെ നമ്മുടെ ഇതിൻ്റെ സ്ഥാപകനായ മാത്യൂസ് ബാബ തിരുമനസിൻ്റെ പടം നിങ്ങളിവിടെ ശ്രദ്ധിച്ച് കാണും. അദ്ദേഹത്തിൻ്റെ ഓർമ്മയും അതുപോലെ തന്നെ വാഗത്താനത്തെ സ്ഥിതി ചെയ്യുന്ന ബസേലിയസ് സ്ഥിതി ചെയ്യുന്ന അവിടെ കാലം ചെയ്ത അഭ്യുന്നനായ മാർഗീവരീസ് മാർഗീവാനിയോസ് തിരുമേനിയുടെയും ഓർമ്മയാണ് എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. മൗനത്തിൻ്റെ ലാവണ്യം വളരെയധികം ആസ്വദിച്ച 2 പിതാക്കന്മാരാണ്. മാത്യൂസ് ബാബ തിരുമനസുണ്ട് 2001 വളരെയധികം കഷ്ടപ്പെട്ട് നിങ്ങളുടെയൊക്കെ ഇടയ്ക്ക് വന്ന് കാണും. അവിടെ നിന്നൊക്കെ സംഭാവനകൾ സ്വീകരിച്ചുകൊണ്ട് സ്ഥാപിച്ച സഭയുടെ ഒരു കോളേജാണ് ഈ കോളേജ്. ഇത് വളരെ ഭംഗിയായ രീതിയിൽ പ്രവർത്തിച്ചു പോരുന്നു. ഞങ്ങൾക്ക് അതിൽ വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും ഇവിടെ ഒന്ന് കാണുവാനായിട്ടും ബഹുമാനപ്പെട്ട അച്ഛന്മാർ സൂചിപ്പിച്ചതുപോലെ ഈ പ്രകൃതി രമണീയമായ ഈ സ്ഥലത്ത് നിങ്ങൾക്ക് ഒരു 2 ദിവസം ചെലവഴിക്കുവാനും ഇടയാക്കുന്ന ഏറ്റവും അനുഗ്രഹപ്രദമാണ് എന്നുള്ളൊരു സംശയമില്ല.
അഭിനയ തിരുമൻ സൂചിപ്പിച്ച പോലെ ടാഗോറിൻ്റെ വരിയിൽ പറഞ്ഞാൽ എനിക്ക് മറ്റു പല ജോലികളുണ്ടെങ്കിലും സ്വല്പസമയം ഞാൻ നിന്റെ സന്നിധിയിൽ ഇരുന്നു കൊള്ളട്ടെ എന്ന് ടാഗോർ പ്രാർത്ഥിച്ചതുപോലെ നിങ്ങൾക്ക് ഈ കിട്ടുന്ന ഈ അവസരം ഈ പ്രദേശത്ത് ഈ പ്രത്യേകിച്ച് ഈ സ്ഥലം ഈ പുണ്യസ്ഥലത്ത് നിങ്ങൾക്ക് അനുഗ്രഹത്തിനായിട്ട് തീരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ എന്തെങ്കിലും കുറവുകൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ബെർസാറുണ്ട്, ഞങ്ങളുടെ സ്റ്റുഡൻ്റ് അഡ്വൈസർ ബഹുമാനപ്പെട്ട അച്ഛനുണ്ട്. എന്ത് സാഹചര്യം നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്തു തരുന്നതാണ് എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടും എല്ലാവിധ മംഗളങ്ങളും നേർന്നുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കും. ബഹുമാനരായ ഭാരവാഹികളെ, സദസ്സിനെ സമ്പുഷ്ടമാക്കുന്ന ബഹുമാനരായ ഏവരുമേ, അഭിമന്യരായ പിതാക്കന്മാരുടെയും ഒന്നിരായ വൈദിക ശ്രേഷ്ഠരുടെയും സന്ദേശമോർന്ന പ്രസംഗത്തിന് ശേഷവും സമയത്തിൻ്റെ അപര്യാപ്തതയും മൂലം നമ്മുടെ മുഖ്യ ചിന്താവിഷയമായ മൗനത്തിൻ്റെ സൗന്ദര്യത്തെ വേൾക്കുന്നതാണ് അഭികാമ്യമെന്ന് ഞാൻ കരുതുന്നു. ശബ്ദമുഖരിതമായ ഈ സമൂഹത്ത് മൗനമായി പ്രതികരിക്കൂ എന്ന് പറയുമ്പോൾ പ്രതികരിക്കുന്ന ആളുടെ ഭീരുത്വമല്ല, മറിച്ച് മഹിമ ലോകത്തിന് കാട്ടിക്കൊടുക്കുവാനാണ് യുവജന പ്രസ്ഥാനം 2016-17 വർഷം ഈ ചിന്താവിഷയം ഏറ്റെടുത്തിരിക്കുന്നത്. അതിൻ്റെ നിഴൽ പിടിച്ച് ഗൾഫ് മേഖലയിൽ യുവജന പ്രസ്ഥാനം ഇവിടെ സംഘടിപ്പിക്കുന്ന ദ്വിദിന ക്യാമ്പ് ഏറ്റവും ശ്രേഷ്ഠവും അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രകൃതി രമണീയമായ പ്രകൃതി സൗന്ദര്യം തുളുമ്പുന്ന ഈ പുണ്യഭൂമിയിൽ വന്നു ചേർന്ന മുഴുവൻ ആളുകളെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് കേന്ദ്ര യുവജന പ്രസ്ഥാനത്തിന് വേണ്ടി. കേന്ദ്ര യുവജന പ്രസ്ഥാനം ഏറ്റെടുക്കുന്ന പദ്ധതികൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നല്ല ഐക്യദാർഢ്യമാണ് മുൻകാലങ്ങളിലും ഈ കാലത്തും ഗൾഫ് മേഖലയിലെ യുവജന പ്രസ്ഥാനം ചൊല്ലി നൽകുന്നത്. തുടർന്നും നിങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുകയാണ്. ഈ കോൺഫറൻസ് ഏറ്റവും വിജയകരവും അനുഗ്രഹപ്രദമായി തീരട്ടെന്ന് പ്രാർത്ഥിക്കുകയും ഇതിൽ അഹോരാത്രം പ്രയത്നിക്കുന്ന ഏവരെയും വിശേഷാൽ ആതിഥേയത്വം വഹിക്കുന്ന ദോഹ യൂണിറ്റിനും എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയ സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഗൾഫിലെ കൊടും ചൂടിൽ നിന്നും പീരുമേടിൻ്റെ പരിപാവനമായ കുളിർമയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങളേവർക്കും ആദ്യമായി എൻ്റെ ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹവന്ദനം അർപ്പിക്കുന്നു. ഈ കോൺഫറൻസ് പീരുമേട്ടിൽ വെച്ച് നടക്കണം എന്നുള്ളത് തീർച്ചയായും ദൈവനിശ്ചയമായി ഞാൻ കരുതുകയാണ്. പ്രത്യേകിച്ച് ഇവിടെ എത്തിയപ്പോൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 1990-കളിലൊക്കെ പരിശുദ്ധനായ മാത്യൂസ് ദിദിയൻ ബാവ ദോഹയിലെ സന്ദർശന വേളകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വപ്ന പദ്ധതിയായി ഇതിനെ അവതരിപ്പിക്കുകയും അതിൽ അല്പമെങ്കിലും കോൺട്രിബ്യൂഷൻസ് നൽകാൻ സാധിച്ചിട്ടുള്ള പല വ്യക്തിത്വങ്ങളും ഇന്നിവിടെ വന്നിട്ടുണ്ട്. അവർക്കൊക്കെ ഈ കോളേജും ഈ പരിസരവും കാണുമ്പോൾ തീർച്ചയായും നമ്മൾ കഠിനാധ്വാനം ചെയ്ത് അഭിമന്യ തിരുമേനിമാർ വരുമ്പോൾ നമ്മൾ നൽകുന്ന തുകകൾ വ്യർത്ഥമായിട്ടല്ല പോകുന്നത്. നല്ല രീതിയിൽ സഭയുടെയും സമൂഹത്തിൻ്റെയും ഭാവിക്കായി അവർ ദീർഘവീക്ഷണത്തോടുകൂടി ചെയ്യുന്ന ഒരു കാര്യം നമുക്കിന്ന് നേരിട്ട് കാണാൻ സാധിച്ചു. ആയതിൽ ഞാൻ ദൈവത്തെ പ്രത്യേകമായി മഹത്വപ്പെടുത്തുന്നു. 3 മിനിറ്റിൽ ഏതാണ്ട് 1.5 മിനിറ്റ് കഴിഞ്ഞു. നമ്മൾ ഈ പ്രകൃതി രമണീയമായ അന്തരീക്ഷം ചിന്തിക്കാനും ധ്യാനിക്കാനും ഗ്രഹിക്കാനും ഏറ്റവും പറ്റിയ അന്തരീക്ഷമാണ്. ഈ കോൺഫറൻസിന്റെ മുഖ്യ ചിന്താവിഷയം നമ്മുടെ ജീവിതത്തെ കീഴ്മേൽ മറിച്ച് പുതുതാക്കി തീർക്കുവാൻ ഉതകുമാറാകട്ടെ എന്നാശംസിച്ചുകൊണ്ടും ഒപ്പം ഈ കോൺഫറൻസ് ഇത്ര മനോഹരമായി ഇവിടെ ദൂരത്തിരുന്നുകൊണ്ട് റിമോട്ട് കൺട്രോൾ വഴി ഇത്ര മനോഹരമായി ഇതിനെ ഒരുക്കി തീർത്ത എല്ലാ സംഘാടകരെ ഒരിക്കൽ കൂടി അനുവദിച്ചുകൊണ്ടും ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ,
ഒരു സമൂഹത്തിൻ്റെ, ഒരു രാഷ്ട്രത്തിൻ്റെ, ഏതെങ്കിലും ഒരു സഭയുടെ, ഒരു സമൂഹത്തിൻ്റെയൊക്കെ നട്ടെല്ലും ആണിക്കല്ലുമാണ് വളർന്നു വരുന്ന യുവതലമുറ. മലങ്കര ഓർത്തഡോക്സ് സഭയുടെയും ആണിക്കല്ലും നട്ടെല്ലുമാണ് ഇവിടുത്തെ യുവജന പ്രസ്ഥാനം. ദോഹ യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ ഗൾഫ് മേഖലയിലുള്ള യുവജന പ്രസ്ഥാനങ്ങളുടെ 7ാമത് സമ്മേളനം ഇവിടെ വെച്ച് നടത്തുവാൻ സാധിച്ചു. ഇതിനുവേണ്ടി അക്ഷീണം പ്രവർത്തിച്ച ദോഹയിലെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഓസിബയും പ്രവർത്തകരെ മുക്തകണ്ഠം പ്രശംസിക്കുന്നു. 50-ൽ പരം ഡിഗ്രി മേളിൽ തിളച്ചു പൊള്ളുന്ന മലനാടത്തിൽ നിന്ന് നമ്മൾ പ്രകൃതിയുടെ ഈ ശീതളച്ചായയിലേക്ക് കടന്നു വരുവാനും ഇവിടെ വെച്ച് സമ്മേളനം നടത്തുവാനും സാധിച്ചത് ദൈവത്തിൻ്റെ നടത്തിപ്പാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ സമ്മേളനത്തിന് എല്ലാ സ്വാഗതവും എല്ലാ ആശംസകളും മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പേരിലും ദോഹ ഓർത്തഡോക്സ് ഇടവയുടെ പേരിലും ഇവിടെ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മളെ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അഭിമന്യ തിരുമേനിമാർ, കടന്നു വന്നിരിക്കുന്ന വന്ധ്യവൈദികരെ, വിശിഷ്ട അതിഥികളെ, പ്രിയമുള്ള ഓരോ യൂണിറ്റിലെയും യുവജന പ്രസ്ഥാനാംഗങ്ങളെ, വളരെയധികം സന്തോഷത്തോടും ചാരിതാർത്ഥ്യത്തോടും കൂടിയാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ 2 വർഷമായി ഈ GOIC ദോഹ മലങ്കര ഓർത്തഡോക്സ് ചർച്ച് ദോഹ യുവജന പ്രസ്ഥാനം ഹോസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ ഒരു വർഷം നടത്തുവാൻ സാധിച്ചില്ല, അവിടുത്തെ പ്രത്യേക സാഹചര്യങ്ങളാൽ. പക്ഷെ ദൈവം എല്ലാം അനുകൂലമാക്കി തന്ന് പിന്നെയും നിങ്ങൾ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിച്ചു. അങ്ങനെ മലങ്കര ഓർത്തഡോക്സ് ചർച്ച് ദോഹയിലെ യുവജന പ്രസ്ഥാനത്തിൻ്റെ സ്വപ്ന സാക്ഷാത്കാരമാണ് ഈ സമ്മേളനത്തിലൂടെ നടക്കുവാൻ പോകുന്നത്. ചരിത്രത്തിൻ്റെ ഏടുകളിലേക്ക് അത് രേഖപ്പെടുത്തുകയും ചെയ്യും. ഇങ്ങനെ ഇന്നത്തെ ഈ യോഗത്തിൽ എനിക്ക് തന്നിരിക്കുന്ന കർത്തവ്യം കൃതജ്ഞത അർപ്പിക്കുക എന്നുള്ളതാണ്. എനിക്ക് മുമ്പേ വന്ന വിശിഷ്ടാദികളും തിരുമേനിമാർ, അച്ഛന്മാർ എല്ലാവരും പറഞ്ഞു. കിട്ടിയിരിക്കുന്ന വിഷയം മൗനത്തിൻ്റെ സൗന്ദര്യം. മൗനത്തിൻ്റെ സൗന്ദര്യം എന്ന വിഷയം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ അതിനെ എങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാം എന്ന ചിന്തയാണ് യുവജന പ്രസ്ഥാനത്തിന് ഇങ്ങനെ ഒരു വേദി തിരഞ്ഞെടുക്കുവാൻ കാരണം. നമുക്ക് ഏവർക്കും അറിയാം, നഗരങ്ങളിലോ പട്ടണങ്ങളിലോ വെച്ച് നടത്തുന്ന ഏത് പരിപാടികൾക്കും ഒരു ശാന്തത കിട്ടാറില്ല. പക്ഷേ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ശാന്തത, ശുദ്ധവായു, അതോടൊപ്പം ശാന്തമായ ഒരു അന്തരീക്ഷം, ആ ഒരു പ്രതീക്ഷയോടുകൂടിയാണ് ഇവിടേക്ക് ഞങ്ങൾ ഈ പരിപാടി നടത്തണം, ഈ GOICയുടെ 7ാമത് കോൺഫറൻസ് ഇവിടെ നടത്തണമെന്ന ഒരു ചിന്ത അവിടെ വന്നത്. അപ്പോൾ ആ ചിന്തയ്ക്ക് കേന്ദ്രതലത്തിൽ തൊട്ട് എല്ലാ സ്ഥലങ്ങളിലും സപ്പോർട്ട് കിട്ടി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പ്രകൃതിയെ സ്നേഹിക്കുകയും പ്രകൃതിയെ യുവജന പ്രസ്ഥാനങ്ങൾ കുറച്ചുകൂടി മനസ്സിലാക്കി കൊടുക്കുകയും അതോടൊപ്പം മൗനത്തിന്റെ സൗന്ദര്യത്തെ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുവാൻ നിങ്ങൾ തിരഞ്ഞെടുത്ത വേദി നല്ലതാണ്, നിങ്ങൾ മുന്നോട്ട് പൊക്കൊള്ളുക എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ വേദി തിരഞ്ഞെടുത്തത്. ഇതുവരെയും ദൈവത്തിന്റെ കടാക്ഷം കൊണ്ട് നമ്മളുടെ പ്രോഗ്രാമുകളെല്ലാം ഉദ്ദേശിച്ചതുപോലെ ആ മൗനത്തിന്റെ സൗന്ദര്യം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഇനിയും അതിന്റെ ആദ്യാവസാനം ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരുടെയും സഹകരണവും നിങ്ങളുടെ കൂട്ടായ പ്രവർത്തനവുമാണ് ഇതിന്റെ വിജയം. അതിന് നിങ്ങളൊപ്പം ഉണ്ടാകണം. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഇന്ന് കടന്നു വന്നിരിക്കുന്ന 3 തിരുമേനിമാർ നമ്മുടെ സഭയിലെ അറിയപ്പെടുന്ന സഭയുടെ മുതൽക്കൂട്ടായ 3 തിരുമേനിമാർ. ഒന്ന് യുവജന പ്രസ്ഥാനത്തിന്റെ അഭിമാനവും യുവജന പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റുമായ പോളിക്കാർപ്പോസ് തിരുമേനി. ആദ്യ അവസാനം ഇതിന്റെ കൂടെ നിൽക്കുകയും ഉദ്ഘാടന സമ്മേളനത്തിൽ നേരത്തെ തന്നെ കടന്നു വരികയും ഇതിന്റെ വിജയത്തിന് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുകയും GOICക്ക് വേണ്ടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയപ്പോൾ എന്നും രാവിലെ ആദ്യം മലയാളത്തിൽ പറഞ്ഞാൽ കണി കണ്ടു ഉണരുന്നത് പോളിക്കാർപ്പോസ് തിരുമേനിയുടെ ഒരു മെസ്സേജാണ്. പോളിക്കാർപ്പോസ് തിരുമേനി അത്രമാത്രം ഇതിനെ സ്നേഹിച്ചു, ഇതിനെ സപ്പോർട്ട് ചെയ്തു. ഇന്ന് ഉദ്ഘാടനത്തിൽ കടന്നു വന്ന് ഈ ഉദ്ഘാടന സമ്മേളനത്തെ ഭംഗിയാക്കി തീർത്ത പോളിക്കാർപ്പോസ് തിരുമേനിയോട് മലങ്കര ഓർത്തഡോക്സ് ചർച്ച് ദോഹയിലെ യുവജന പ്രസ്ഥാനത്തിന്റെയും ഈ GOICയുടെയും കൃതജ്ഞത ഞാൻ അർപ്പിച്ചുകൊള്ളുന്നു. രണ്ടാമതായി, നമ്മൾ
ഇടുക്കി ഭദ്രാസനത്തിൽ വെച്ചാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. ഇടുക്കി ഭദ്രാസനത്തിലെ മെത്രാപ്പൊലീത്തയായ മാത്യൂസ് മാർ തെവോദ്യൂസ് തിരുമേനിയോട് നമ്മൾ പറഞ്ഞു, ഇങ്ങനെ ഞങ്ങൾ ഇവിടെ വെച്ചൊരു പ്രോഗ്രാം നടത്തുന്നുണ്ട്, തിരുമനസിന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. തിരുമനസ് പറഞ്ഞു, നിങ്ങളെ പോലെയുള്ള മലങ്കര സഭയെ സ്നേഹിക്കുന്ന മക്കൾ ഇതേപോലെ ഇടുക്കിയെ പോലെയുള്ള ഭദ്രാസനങ്ങളിലേക്ക് കടന്നു വന്ന് ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മുടെ ഭദ്രാസനത്തിനെ നിങ്ങൾ എടുത്തു കാട്ടുന്നത്. അതുകൊണ്ട് നിങ്ങൾ നടത്തുന്ന പ്രോഗ്രാമിൽ ഞങ്ങളുടെ എന്റെയും എന്റെ ഭദ്രാസനത്തിലെ അച്ഛന്മാരുടെയും എല്ലാവരുടെയും പൂർണ്ണ പിന്തുണ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന് വാഗ്ദാനം ചെയ്തു. അതോടൊപ്പം അതനുസരിച്ച് പ്രവർത്തിക്കുകയും ഇന്ന് ഉദ്ഘാടന വേദിയിലേക്ക് കടന്നു വന്ന് ഈ ഉദ്ഘാടന മീറ്റിംഗിനെ ധന്യമാക്കിയ തിരുമേനിയോടുള്ള മലങ്കര ഓർത്തഡോക്സ് ദോഹയുടെയും യുവജന പ്രസ്ഥാനത്തിന്റെയും ജിയോവൈസിയുടെയും കൃതജ്ഞത അർപ്പിച്ചുകൊള്ളുന്നു. അടുത്തതായി സഭയിലെ യുവജന പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ യുവാക്കൾ, നീ നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക എന്ന ആപ്തവാക്യത്തെ മുൻനിർത്തി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മളോടൊപ്പം യുവത്വം വിട്ടുമാറാത്ത സറാഫിൻ തിരുമേനി എപ്പോഴും ഏത് സമയത്തും എവിടെയും നമ്മളോടൊപ്പം കടന്നു വരുവാൻ ചെറുപ്പക്കാരുടെ ഊർജത്തോടുകൂടി ഇപ്പോഴും പ്രവർത്തിക്കുന്ന സറാഫിൻ തിരുമേനി നമ്മുടെ ക്ഷണം സ്വീകരിച്ചത് വളരെയധികം സന്തോഷത്തോടെയാണ്. പല പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം മാറ്റിവെച്ച് ഈ പ്രദേശത്തേക്ക് കടന്നു വരികയും ഇന്നത്തെ ഈ ഉദ്ഘാടന മീറ്റിംഗിനെ ധന്യമാക്കുകയും ചെയ്ത ഇതുവരെ ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ പിന്തുണയും നൽകിയ സറാഫിൻ തിരുമേനിയുള്ള നന്ദിയും കൃതജ്ഞതയും MOC ദോഹയുടെ പേരിലും യുവജന പ്രസ്ഥാനത്തിന്റെ പേരിലും ജിയോവൈസിയുടെ പേരിലും ഞാൻ അർപ്പിച്ചുകൊള്ളുന്നു. അടുത്തതായി ഫിലിപ്പ് തരകനച്ചനാണ്. OCYMന്റെ വൈസ് പ്രസിഡന്റാണ്. നമ്മൾ 7ാമത് ഗൾഫ് യൂത്ത് കോൺഫറൻസ് കേരളത്തിൽ വെച്ച് നടത്തുന്നു പറഞ്ഞപ്പോൾ മുതൽ ഇന്ന് വരെയും ഞങ്ങളോടൊപ്പം നിൽക്കുകയും ഞങ്ങൾക്ക് വേണ്ടുന്ന താങ്ങും തണലുമായി കൂടെ നിന്ന് ഈ ഉദ്ഘാടന മീറ്റിംഗിൽ കടന്നു വന്നതിനെ ധന്യമാക്കിയ ഫിലിപ്പ് തരകനച്ചനുള്ള സ്നേഹവും കൃതജ്ഞതയും ഈ അവസരത്തിൽ MOC ദോഹയുടെയും യുവജന പ്രസ്ഥാനത്തിന്റെയും ജിയോവൈസിയുടെയും പേരിൽ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കേന്ദ്ര ജനറൽ സെക്രട്ടറി ജസനച്ചനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട. ജസനച്ചൻ ഇപ്പോഴും യുവത്വം വിട്ടുമാറാതെ യുവാക്കൾക്ക് വേണ്ടി ഓടി നടക്കുകയാണ്. അച്ഛനെ എപ്പോൾ വിളിച്ചാലും തിരക്കാണ്. അച്ഛൻ ഏതെങ്കിലും പ്രവർത്തനങ്ങളുമായി എപ്പോഴും തിരക്ക്. എങ്കിലും ഈ തിരക്കുകൾക്കിടയിലും ഈ ഓട്ടങ്ങൾക്കിടയിലും ഈ യുവജന പ്രസ്ഥാനം മലങ്കര ഓർത്തഡോക്സ് ദോഹ OCYM ഈ പരിപാടി ഏറ്റെടുക്കുന്നു പറഞ്ഞു. അന്നു മുതൽ ദോഹയിൽ വന്ന് തീം അവതരിപ്പിക്കുകയും അതോടൊപ്പം ഇവിടെ സുവിനിയർ അങ്ങനെയുള്ള പല കാര്യങ്ങളിൽ നമ്മൾ സഹായം ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ എല്ലാം കൂടെ നിന്നു. ഇന്ന് ഈ ഉദ്ഘാടന മീറ്റിംഗിലേക്ക് കടന്നു വന്നു. ഈ ഉദ്ഘാടന മീറ്റിംഗിനെ ധന്യമാക്കിയ ജസനത്തിനോടുള്ള സ്നേഹവും കൃതജ്ഞതയും MOC യുവജന പ്രസ്ഥാനത്തിന്റെ പേരിലും ജിയോവൈസിയുടെ പേരിലും ഞാൻ അർപ്പിച്ചുകൊള്ളുന്നു. പിന്നെ ജോൺ ചിത്തിലാട്ടച്ചനാണ് ഡയറക്ടർ ഓഫ് MBC കോളേജ്. ഈ കോളേജിന്റെ ഡയറക്ടറാണ്. പക്ഷേ വളരെയധികം വിനയത്തോടും സന്തോഷത്തോടും നമ്മളുടെ ഈ പരിപാടി ഏറ്റെടുത്തു. അതിന്റെ വിജയത്തിന് വേണ്ടി ഇന്നും പ്രവർത്തിക്കുന്നു. ഈ ഉദ്ഘാടനത്തിന് നമ്മളൊപ്പം കടന്നു വന്ന് ഈ ഉദ്ഘാടനത്തെ ധന്യമാക്കിയ അച്ഛനോടുള്ള സ്നേഹവും കൃതജ്ഞതയും MOC യുവജന പ്രസ്ഥാനത്തിന്റെയും ജിയോവൈസിയുടെയും പേരിൽ ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്തതായി സന്തോഷ് വർഗീസ് അച്ഛനാണ്. സന്തോഷ് വർഗീസ് അച്ഛനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ദോഹ യുവജന പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റായി അവിടെ സേവനമനുഷ്ഠിക്കുന്നു. ഇതിനുവേണ്ടി മാത്രം ദോഹയിൽ നിന്ന് ഇവിടെ കടന്നു വന്നു. ഈ പ്രോഗ്രാമിന്റെ വിജയത്തിന് വേണ്ടി ഇന്നലെ മുതൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നു. ഈ മീറ്റിംഗിനെ ധന്യമാക്കാൻ കടന്നു വന്ന സന്തോഷ് വർഗീസ് അച്ഛനോടുള്ള സ്നേഹവും കൃതജ്ഞതയും ജിയോവൈസിയുടെ പേരിൽ രേഖപ്പെടുന്നു. MOC ദോഹയും യുവജന പ്രസ്ഥാനത്തിന്റെയും കൂട്ടായി പ്രവർത്തിക്കുന്ന അച്ഛന് അവരെക്കാൾ ഉപരി ജിയോവൈസിയുടെ പേരിലുള്ള കൃതജ്ഞത അർപ്പിച്ചുകൊള്ളുന്നു. കുരുമിള പെരുമാൾ ചാക്കോ അച്ഛൻ ചാപ്പിളിനാണ്, അഡ്വൈസറാണ് MBC കോളേജിന്റെ. അച്ഛനോടുള്ള നമ്മൾക്ക് തരുന്ന സ്നേഹത്തിനും കരുതലിനും ഈ ഉദ്ഘാടന സമിതിയിൽ കടന്നു വന്ന അച്ഛനോടുള്ള പ്രത്യേകമായ സ്നേഹവും കൃതജ്ഞതയും ഞാൻ അർപ്പിച്ചുകൊള്ളുന്നു. ജോജി പി ജോഷുവ
OCYM ട്രസ്റ്ററർ ജോജി പി ജോഷുവ OCYM ട്രസ്റ്ററർ ഇവിടെ ആശംസാ പ്രസംഗം രേഖപ്പെടുത്തി. എങ്കിലും രാവിലെ തന്നെ ഇവിടെ എത്തി നമ്മുടെ ഉദ്ഘാടനത്തെ അനുഗ്രഹപ്രദമാക്കി തീർത്ത ജോജി പി ജോഷുവയോടുള്ള നന്ദിയും കൃതജ്ഞതയും MSC യുവജന പ്രസ്ഥാനത്തിന്റെ പേരിൽ ഞാൻ അർപ്പിച്ചുകൊള്ളുന്നു. ഇനി എം ബി ഫിലിപ്പങ്ങൾ ആദ്യം മുതൽ ഇതിന്റെ അഡ്വൈസറാണ്. കോശി ജേക്കബ് ട്രസ്റ്റി ഇവിടെ സന്നിഹിതനായിട്ടില്ല. ചീഫ് ഗസ്റ്റായ മക്കാലേസ് തിരുമേനിയെ റിസീവ് ചെയ്യാൻ വേണ്ടി പോയിരിക്കുകയാണ്. ഇവിടെ ഏതാനും നിമിഷങ്ങൾക്ക് എത്തിച്ചേരും. പിന്നെ തോമസ് കണ്ണങ്കര മലങ്കര ഓർത്തഡോക്സ് ദോഹയിലെ പ്രതിനിധിയായി സഭാ മാനേജിംഗ് കമ്മിറ്റിയെ പ്രതിനിധീകരിക്കുന്ന വ്യക്തിയാണ്. രാജൻ ജോർജ് പണിക്കർ GCC ജനറൽ സെക്രട്ടറിയാണ്. ഈശോ അലക്സാണ്ടർ രാജൻ ജോർജ് പണിക്കർ MBC കോളേജിന്റെ ബർസാറാണ്. അദ്ദേഹത്തിന്റെ പേര് എടുത്തു പറയാതിരിക്കാൻ ഒക്കില്ല, അതുകൊണ്ട് ഞാൻ എടുത്തു പറയുകയാണ്. ഞങ്ങൾക്ക് വേണ്ടുന്ന കരുതലും സ്നേഹവും തന്ന് ഇപ്പോഴും കൂടെ നിൽക്കുന്ന അദ്ദേഹത്തോടും അതോടൊപ്പം ജോജി പി ജോഷുവ, MP ഫിലിപ്പ്, കോശി ജേക്കബ്, തോമസ് കണ്ണങ്കര എന്നിവരോടുമുള്ള കൃതജ്ഞത ഞാൻ ഈ തരുണത്തിൽ രേഖപ്പെടുത്തുന്നു MOC യുവജന പ്രസ്ഥാനത്തിന്റെ പേരിൽ. ഈശോ അലക്സാണ്ടർ, GG ജോൺ, ഫാദർ അജി സി ചാക്കോ, റവറൻഡ് ഫാദർ തോമസ് ന്യാലിൽ, റവറൻഡ് ഫാദർ ബിജോ രാജു, റവറൻഡ് ഫാദർ എൽദോ കുര്യാക്കോസ്, റവറൻഡ് ഫാദർ എബ്രഹാം കോശി, റവറൻഡ് ഫാദർ ഡീക്കൻ ടിബിൻ, ഇവരെയൊക്കെ പ്രത്യേകമായി പേരുകൾ എടുത്തു പറഞ്ഞ് ആശംസ അർപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഓരോ സമയത്തും ഞങ്ങൾക്ക് വേണ്ടുന്ന കരുതലും താങ്ങലും തന്നവരാണ്. പക്ഷേ സമയം ദീർഘിച്ചിരിക്കുന്നു. ടൈമിന്റെ അത് വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനാൽ ഞാൻ അവസാനിപ്പിക്കാം. ഈ കടന്നു വന്ന ഇത്രയും ആൾക്കാരും ഞങ്ങളെ കരുതുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. ഉദ്ഘാടനത്തെ ധന്യമാക്കി അവരോടുള്ള MOC യുവജന പ്രസ്ഥാനത്തിന്റെ സ്നേഹവും കൃതജ്ഞതയും അർപ്പിച്ചുകൊണ്ട് ഇതിന്റെ വിജയത്തിനു വേണ്ടി നിങ്ങളെല്ലാം പ്രാർത്ഥിക്കണം, പ്രവർത്തിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.